ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, രാജീവ് ചന്ദ്രശേഖർ ഇതുവരെയും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ വന്ന 10 മണിക്കൂർ മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ്: പിണറായി വിജയൻ സർക്കാരിന്റെയും രാഹുലിന്റെ കോൺഗ്രസിന്റെയും അഴിമതികൾക്കെതിരെ BJP നടത്തുന്ന പ്രചരണം കൊള്ളേണ്ടിടത്ത് തന്നെ കൃത്യമായി കൊണ്ടിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എഴുതുന്നത്. ഒരു ചാനലിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ CPM-ഉം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും ഇന്ന് നടത്തിയ വ്യാജ പ്രചരണം കെട്ടിച്ചമച്ച നുണകളുടെ ആ പഴയ അടവ് തന്നെയായിരുന്നു. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖ 1995 ഏപ്രിൽ മാസം 7-ാം തീയതി കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിലെ ദൊബാപേട്ട് എന്ന സ്ഥലത്ത് 500 ഏക്കർ ഭൂമി രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരുന്നുവെന്നും ഇതിൽ 175 ഏക്കർ 6,51 ലക്ഷം രൂപയ്ക്ക് നൽകി എന്നതിൻ്റെയും രേഖകളാണ് ഇന്നലെ പുറത്തുവിട്ടിരുന്നത്. ഈ 6 കോടി രൂപയുടെ ഇടപാട് പിന്നീട് 313 കോടി രൂപയായി 1.5 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ഇതേ രാജീവ് ചന്ദ്രശേഖരന്റെ BPL കമ്പനി മറ്റ് കമ്പനികൾക്ക് മറിച്ചു വിറ്റിരിക്കുന്നു എന്നുള്ളതാണ്. 6 കോടിക്ക് വാങ്ങി 313 കോടി രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 500 ഏക്കറും അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് TV പ്രസാദ് ചോദിച്ച ചോദ്യം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒറ്റ വാചകം മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ: ഒരു ചാനലിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ CPM-ഉം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും ഇന്ന് നടത്തിയ വ്യാജ പ്രചരണം കെട്ടിച്ചമച്ച നുണകളുടെ ആ പഴയ അടവ് തന്നെയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പറയേണ്ട മറുപടി, ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി, ലോകായുക്തയിൽ താങ്കൾക്കെതിരെ ഇങ്ങനെയൊരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? BPL-നെയും താങ്കളെയും എതിർകക്ഷികളാക്കി ലോകായുക്തയിൽ ഇങ്ങനെയൊരു കേസുണ്ടോ? ആ കേസ് തീർപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ള വിവരമാണ്. ഈ വിഷയം അന്ന് HD കുമാരസ്വാമി ഉന്നയിച്ചപ്പോൾ എന്താണ് അന്ന് നൽകിയ മറുപടി? ആ മറുപടി, ഒരു രാഷ്ട്രീയമായ ആരോപണം അന്ന് HD കുമാരസ്വാമി ഉന്നയിച്ചിരുന്നു, അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കേരളത്തിലെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മതേതരത്വവും ശുദ്ധീകരിക്കാനാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നതാണ് പിന്നീട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ബോധ്യപ്പെടുത്തണം. പൊതുസമൂഹത്തിന് അതറിയാനുള്ള ആവശ്യമുണ്ട്. അതൊരു വ്യവസായി എന്ന നിലയിൽ, ഒരു മുൻ വ്യവസായി എന്ന നിലയിലും ഇപ്പോഴും ഒരു ബിസിനസ് എന്റർപ്രനർ എന്ന നിലയിലും കേരളത്തിലെ BJP-യുടെ അധ്യക്ഷൻ എന്ന നിലയിലും രാജീവ് ചന്ദ്രശേഖരന് പറയാനുള്ള കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് തുറന്നു പറയുക. ഇങ്ങനെ ഈ ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ രേഖകൾ പുറത്തു വരുന്നത്. ഈ രേഖകളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അങ്ങേക്ക് നിയമവഴി തേടാവുന്നതുമാണ്.